മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, സ്റ്റോക്സ് അഥവാ ഷെയർസിൽ ഇക്വിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് പലപ്പോഴും ഒരു കൺസേൺ വരാറുണ്ട്. ഇതിൻ്റെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഡിസിഷൻ എടുക്കാനും ഒരു കമ്പനീനെ പറ്റി പഠിച്ച് ആ കമ്പനിയുടെ ഷെയർ വാങ്ങുകയാണെങ്കിൽ തന്നെ അത് എത്ര നാൾ ഹോൾഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും, അതിൻ്റെ ഒരു പെർഫോമൻസ് ഇവാലുവേഷൻ നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാനോ അനലൈസ് ചെയ്യാനോ സാധിക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു എക്സ്പേർട്ടൈസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ട ഒരു ടൈം കൊടുക്കാൻ സാധിക്കും, അതിലേക്ക് ഫോക്കസ് ചെയ്തിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും എന്നാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്സ് കൺസിഡർ ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ടൈം കൊടുക്കാൻ സാധിക്കണമെന്നില്ല. നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ ആ ടൈമിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് മോണിറ്റർ ചെയ്യാനോ അനലൈസ് ചെയ്യാനോ അതിൽ ബൈ സെല്ല് കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടിരിക്കുന്നതിനോ സമയം അനുവദിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം ഷോർട്ടേജ് വരിക, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം മ്യൂച്വൽ ഫണ്ട്സിന് അതിനൊരു പ്രൊഫഷണൽ ടീമുണ്ട്, അവരായിരിക്കും ഈ കാര്യങ്ങളെല്ലാം തന്നെ മാനേജ് ചെയ്യുന്നത്. അത് ഏത് കമ്പനികളിൽ ബൈ ചെയ്യണം അല്ലെങ്കിൽ ഏത് കമ്പനിയുടെ ഷെയർ വിൽക്കണം, ഈ കാര്യങ്ങളെല്ലാം ആ ടീം നോക്കിക്കോളും. അപ്പം നമ്മൾ ആകെ ഒരു ഇത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിസിപ്ലിനോടുകൂടി അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കൊടുക്കുക, അവർ കൃത്യമായിട്ട് ഇത് മാനേജ് ചെയ്ത് തരുന്നതായിരിക്കും. സ്റ്റോക്സിൽ നമ്മൾ തന്നെ കുറച്ചുകൂടി ഇൻവോൾവ് ആവേണ്ടതായിട്ട് വരും. ഇനി മ്യൂച്വൽ ഫണ്ട്സിലും ഷെയർസിലും നിങ്ങൾക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ അത് കൃത്യമായിട്ട് ചെയ്യാൻ നിങ്ങൾക്കൊരു ടൈമില്ല എന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനത്തെയുള്ള ഒരു ടീമിനെ കണക്ട് ചെയ്യുക, അവരുടെ സപ്പോർട്ട് കൂടി ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, താങ്ക് യു.